താലിബാൻ ഒതുങ്ങി ഭീകരവാദമൊക്കെ മതിയാക്കി നല്ല കുട്ടിയെ ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനേക്കാൾ ശക്തമായ മത നിയമങ്ങൾ ഫത്വകളൊക്കെ പുറപ്പെടുവിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് തന്നെയാണ്. ബംഗ്ലാദേശ് മാത്രമാണ് ഇപ്പോൾ ഇടക്കാല പ്രസിഡന്റ് മുഹമ്മദ് യൂനുസ്. ഇപ്പോഴും അയാൾക്ക് ഭയമാണ്. സ്ഥാനഭ്രഷ്ടയാക്കിയ പഴയ മുഖ്യമന്ത്രി ഖാലിദ സിയ എന്ന് വേണമെങ്കിലും ഇന്ത്യൻ സുരക്ഷാ സേനയുടെ അകമ്പടിയോടെ ധാക്കയിൽ വിമാനമിറങ്ങി തന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്. എങ്കിൽ പിന്നെ ജയിലല്ലാതെ ഇരുമ്പഴിയല്ലാതെ മറ്റൊരു മാർഗവും തന്റെ മുന്നിൽ നിന്ന് മുഹമ്മദ് യൂനുസിന് വ്യക്തമായി അറിയും. കാരണം ഖാലിദ സിയയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ അവർക്കെതിരെ തുടരെ അഴിമതി കേസുകൾ എടുത്തതുൾപ്പെടെ നിരവധി മനുഷ്യാവശ്യ ധ്വംസനങ്ങളാണ് മുഹമ്മദ് യൂനുസും കൂട്ടരും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇടക്കാല ഉപദേശകനായി നിയമിക്കപ്പെട്ട മുഹമ്മദ് യൂനുസിന് റാൻ മൂളാനായിട്ട് ധാക്കയിലെ പോലീസും സൈനിക കമാൻഡർമാരും ഒക്കെ നിരന്നു നിൽക്കുമ്പോൾ അവർ ഓർക്കുന്നില്ല കളി ഇന്ത്യയോടാണെന്ന്. കാരണം മുഹമ്മദ് യൂനുസിന്റെ പക മൊത്തം ഇന്ത്യയോടാണ്. എന്താണ് കാരണം? ഖാലിദ സിയ ഇപ്പോഴും ഇന്ത്യയുടെ സംരക്ഷണയിലാണ്. അവർ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്നു. ഇന്ത്യ അവരുടെ മാന്യമായി അവരെ നോക്കുന്നുമുണ്ട്. എന്തായാലും ഒരു കാലത്ത് ഇന്ത്യയുടെ മികച്ച സുഹൃത്ത് രാജ്യമായിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഒരൊറ്റ നീക്കം, അതായത് ഖാലിദ സിയ ഒരു കാരണവശാലും തിരികെ അധികാര കസേരയും ചോദിച്ചുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് വരരുത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കുടിയേറി പാർത്തവരെ പീഡിപ്പിക്കുക, മാനസികമായി തകർക്കുക, അവരെ ഭയത്തിലാക്കുക, ആശങ്കയിലേക്ക് തള്ളിവിടുക. ഇതേ ഉള്ളൂ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ മുഹമ്മദ് യൂനുസ് കണ്ട ഏക മാർഗം. അതുകൊണ്ട് ഈ ഒരു തന്ത്രവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ മുൻ നൊബേൽ സമ്മാന ജേതാവ്. വിക്കിപീഡിയയിൽ തികഞ്ഞ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വ്യക്തി. പക്ഷേ വർഗീയ കലാപം ആളിക്കത്തിക്കുന്ന വ്യക്തിയാണെന്ന് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് അറിയപ്പെടുന്നത്. 2006 നൊബേൽ സമ്മാനം നേടിയെടുത്ത ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസ് ഇപ്പോൾ രാജ്യത്ത് ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തിച്ച് അത് കണ്ട് രസിക്കുകയാണ്. നീറോ ചക്രവർത്തി റോമാനഗരം കത്തിയെരിഞ്ഞപ്പോൾ ചെയ്തതുപോലെ ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ പ്രതിഷേധങ്ങൾ, ആക്രമണങ്ങൾ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് തടിയുരുകയാണ് ലോക സമൂഹത്തിന് മുന്നിൽ മുഹമ്മദ് യൂനുസ്. പക്ഷേ കടുത്ത വിമർശനം ഇയാൾ രാജ്യത്തിന് പുറത്ത് നേട്ടുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ പക്കൽ നിന്നും 2006 നേടിയെടുത്ത സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം തിരികെ വാങ്ങണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്. ഹിന്ദു ഗ്രൂപ്പുകൾക്കെതിരെ ലോകത്ത് ഒരു രാജ്യത്തും കാണാത്ത തരത്തിലുള്ള, ഒരു രാജ്യവും ചെയ്യാത്ത തരത്തിലുള്ള വർഗീയ ഇളക്കങ്ങൾ ഹിന്ദു സമൂഹങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ നടന്നത് 200-ലധികം അതിക്രമങ്ങൾ. അതിന് ഹിന്ദു ഗ്രൂപ്പുകൾക്കിടയിൽ കണക്കുണ്ട്. ഇതിലൊന്നും ഒരൊറ്റ അക്രമിയെ പോലും യൂനുസ് സർക്കാർ കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നിടത്താണ് ഇയാളുടെ ഹിന്ദു വിരുദ്ധ വർഗീയ വിഷം വമിക്കുന്ന ആ നിലപാട് നമുക്ക് വ്യക്തമാകുന്നത്. നിരവധി വീടുകൾ തകർത്തു, ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ വരെ തകർത്തെറിഞ്ഞു. എന്നിട്ടും ആരും ചോദിക്കാനില്ലാത്ത അവസ്ഥ. ഇതല്ലായിരുന്നു ഖാലിദ സിയ ബംഗ്ലാദേശിന്റെ മികവുറ്റ ഭരണാധികാരിയെ തുടർന്നപ്പോഴുള്ള അവസ്ഥ. എന്നിട്ട് അയാൾ എന്താ പറയുന്നത്? ഇന്ത്യയാണ് എല്ലാത്തിനും കാരണമെന്ന്. ബംഗ്ലാദേശിൽ നടക്കുന്ന വർഗീയ സംഘർഷങ്ങൾ, ഹിന്ദു വിഭാഗങ്ങൾക്ക് നടക്കുന്ന വർഗീയ സംഘർഷങ്ങൾക്ക് കാരണം ഇന്ത്യയാണെന്ന്, ഇന്ത്യയെ വ്യാജ വാർത്തകൾ കൊണ്ട് തള്ളുന്നുവെന്ന്. അതുകൊണ്ട് തന്റെ നാട്ടിലെ പൗരന്മാർ ഇളകി മറിയുന്നു, ഹിന്ദുക്കൾക്കെതിരെ വികാരം ഉൾക്കൊള്ളുന്നു എന്നൊക്കെയാണ് ആൾ പറഞ്ഞു തീർക്കുന്നത്. ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഒരു വ്യക്തിയാണെന്ന് കൂടി ഓർക്കണം. മറ്റു നൊബേൽ സമ്മാന ജേതാക്കൾക്ക് തികഞ്ഞ നാണക്കേടാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസ്. ഇയാൾ പറയുന്നത് എന്താണ്? ഒരിക്കലും ആക്രമിക്കാൻ വരുന്നവരോട് താൻ ഹിന്ദു ആണെന്ന് പറയരുത്, പകരം എന്ത് പറയണം? താൻ ബംഗ്ലാദേശ് പൗരനാണെന്ന് പറയണം. അപ്പോൾ ആക്രമി അത് കേട്ട് തിരിച്ചു പോകുമത്രേ. ഇത് ഉപദേശത്തിന്റെ ഭാഷയിലാണ് പറയുന്നത് എന്നാണ് യൂനുസ് പറയുന്നത്. പക്ഷേ ഓരോ ഹിന്ദുവിന്റെയും കാതിലത് ഭീഷണിയുടെ സ്വരമായിട്ടാണ് വന്നെത്തുന്നത്. എന്നിട്ടും ഒരു വികാരവും യൂനുസ് സർക്കാരിനില്ല. ഹിന്ദുക്കൾ ഷെയ്ഖ് ഹസീനയെ വ്യാപകമായി പിന്തുണച്ചിരുന്നു, അവരുടെ ഭരണം ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഭരണകാലത്ത് ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ പരമാവധി സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു. ഇനി അത് പറ്റില്ല, അത് തനിക്ക് സഹിക്കുന്നില്ല. ഇതാണ് ഈ മുഹമ്മദ് യൂനുസ് എന്ന വഞ്ചകന്റെ, ചെന്നായയുടെ മനസ്സിൽ കിടന്ന് ഓടുന്ന ആ താത്വിക അവലോകനം. ഇന്ത്യ കള്ളത്തരം പറയുന്നു, അതിനെതിരെ ബംഗ്ലാദേശ് ജനം തെരുവിലിറങ്ങുന്നു എന്നാണ് യൂനുസിന്റെ വാദം. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ആക്രമിക്കാൻ വടിവാളുമായി വരുന്നവരോട് ഹിന്ദുക്കളാണെന്ന് പറയരുതെന്ന്.
ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരിക്കുകയാണ് ന്യൂഡൽഹി എന്ന് കരുതിയാൽ യൂനുസിന് തെറ്റി, ബംഗ്ലാദേശ് സർക്കാരിന് തെറ്റി. നടപടി വരുന്നുണ്ട്. മുമ്പും പിമ്പും നോക്കാതെ ഒന്നുമല്ല ഇന്ത്യ പ്രതികരിക്കുക. ഇന്ത്യക്ക് വലുത് തങ്ങളുടെ കൂടെ വിശ്വാസത്തിന്റെ ഭാഗമായ തങ്ങളുടെ കൂടെ പൗരന്മാരായിരുന്ന ഹിന്ദു സമൂഹത്തെ തന്നെയാണ്. ഹിന്ദുത്വത്തെ ആര് ചവിട്ടിയിരിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യ വെറുതെ നോക്കിയിരിക്കില്ല. ന്യൂഡൽഹി തക്ക സമയത്ത് തക്ക രീതിയിൽ തക്ക കനത്തിൽ തന്നെ പ്രതികരിച്ചിരിക്കും. പാകിസ്ഥാനെ വിരട്ടി അടിച്ചൊതുക്കി മൂലക്കിരുത്തി ഒതുക്കാമെങ്കിൽ ബംഗ്ലാദേശും അതിന്റെ മുഹമ്മദ് യൂനുസും അതിന്റെ സൈനിക ഘടകങ്ങളും ഒന്നും ഇന്ത്യക്ക് ഒന്നുമല്ല. ഇന്ത്യയുടെ മാർഗം അഹിംസയോ എടുത്തുചാട്ടമോ ഒന്നുമല്ല. പക്ഷേ ഇന്ത്യ ഇതൊക്കെ തിരസ്കരിക്കുകയാണ്. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന ആ ഒരു പഴഞ്ചൊല്ല് ബംഗാളി ഭാഷയിൽ ആരെങ്കിലും ഒന്ന് മുഹമ്മദ് യൂനുസിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അയാൾക്ക് മനസ്സിലാകും എന്തിനാണ് ഇന്ത്യ വെറുതെ പതുങ്ങുന്നതെന്ന്. അതെ, ഇന്ത്യ പതുങ്ങുന്നത് ഭയത്താലല്ല, ഇര പിടിക്കാൻ തന്നെയാണ്. ശരിയായ ഇരയെ മാത്രമേ ഇന്ത്യ പിടിക്കാറുമുള്ളൂ. അത് പാകിസ്ഥാന് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് സൈനിക മേധാവിക്കൊക്കെ വ്യക്തമായി അറിയാം. ഗാസ ഉച്ചകോടിയിലും കണ്ടാണ് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി ആ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചതെങ്ങനെ, പുകഴ്ത്തിയതെങ്ങനെയെന്ന്. അപ്പോൾ ലോക നേതാക്കളുടെ നാവുകളിൽ ഇന്ത്യ എന്ന വാക്കിൽ അധമ വാക്കുകൾ ഉപയോഗിക്കാൻ അവർ തയ്യാറാകില്ലെന്നത് വ്യക്തമാകുന്നു. പിന്നെ ബംഗ്ലാദേശിന്റെ കാര്യം, മുഹമ്മദ് യൂനുസിന്റെ കാര്യം. ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ എന്തായാലും തയ്യാറല്ല. പക്ഷേ അവിടുത്തെ ഇടക്കാല സർക്കാർ, മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനുസ്, മറ്റ് ഭരണം കൈയാളുന്ന യൂനുസിന്റെ കിങ്കരന്മാർ, ഇവർക്കൊക്കെയുള്ള ചുട്ട മറുപടി ഇന്ത്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂഡൽഹി എത്രയും വേഗം ഇതിൽ പ്രതികരിക്കും. കാരണം ഹിന്ദു സമൂഹം അല്ലാതെ ഇന്ത്യക്ക് അതിലും വലുത് വേറെ ഒന്നില്ലെന്നുള്ളത് ബംഗ്ലാദേശിനെ താമസിയാതെ തന്നെ ഇന്ത്യ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച